ഈ പറഞ്ഞ SDP നടത്തിയ പ്രകടനം ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസിൻ്റെയും ഇപ്പോൾ ശ്രീ KVS ഹരിദാസിൻ്റെയും ആരോപണം, BJPയുടെയും ആരോപണം. റോജി എന്നോടാണ്. ഓക്കെ ഹാഷ്മി, നേരത്തെ എനിക്ക് ശബ്ദം ക്ലിയർ അല്ലായിരുന്നു തോന്നുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഇതൊക്കെ വളരെ ബാലിശമായിട്ടുള്ള ആരോപണങ്ങളാണ്. ഇപ്പോൾ BJPയെ സംബന്ധിച്ചും CPMനെ സംബന്ധിച്ചും അവർ പാലക്കാട് ഇത്രയും വലിയ BJP അവർക്ക് ശോഭാ സുരേന്ദ്രന് ലഭിച്ച വോട്ട് പോലും ഇപ്പോൾ BJPക്ക് ലഭിക്കാത്ത സാഹചര്യത്തിലേക്ക് അമ്പയെ പരാജയപ്പെട്ടിരിക്കുന്നു. അതായത് അവരുടെ ശക്തി കേന്ദ്രമെന്ന് അവർ അവകാശപ്പെടുന്ന ഹിന്ദു ഭൂരിപക്ഷമായിട്ടുള്ള, ഇനി അവർ പറയുന്ന ഭാഷയിലാണെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ ഉൾപ്പെടെ അവർ വലിയ തോതിലുള്ള തിരിച്ചടി അവർക്ക് നേരിട്ടിരിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ CPMനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു പരാജയം അവരും ഏറ്റുവാങ്ങിയിരിക്കുന്നു. സ്ഥാനാർത്ഥി നിർണയത്തെ സംബന്ധിച്ചും അതിൻ്റെ പാളിച്ചകളെ സംബന്ധിച്ചും സർക്കാരിൻ്റെ ഭരണപരാജയമാണ് ഇത്രയും വലിയൊരു ഭൂരിപക്ഷത്തിന് കാരണമെന്നുമൊക്കെ അവർക്ക് അംഗീകരിക്കാൻ പ്രയാസമുണ്ടാവും. BJPയുടെ വോട്ട് കുറഞ്ഞതിന് അവർക്കും കണ്ടുപിടിക്കാനായിട്ട് അവരുടെ പോരായ്മയാണെന്ന് അവരാരും സമ്മതിക്കില്ലല്ലോ. അവർക്കിത് എവിടെയെങ്കിലും കൊണ്ട കെട്ടിവെക്കാനായിട്ട്, ആരുടെയെങ്കിലും തല കെട്ടിവെക്കാനായിട്ട്, പറഞ്ഞു നിൽക്കാനായിട്ട്, അവരുടെ കേഡറിനോട് പറയാനായിട്ട്, അല്ലെങ്കിൽ അവരുടെ അണികളോട് പറയാനായിട്ട് ഒരു കാരണം വേണം. ആ മുടന്തൻ ന്യായം മാത്രമാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് ഇത് കോൺഗ്രസിൻ്റെ UDFൻ്റെ ആധികാരികമായിട്ടുള്ള വിജയമാണ്, പാലക്കാട്ടെ ജനങ്ങളുടെ വിജയമാണ്, പാലക്കാടിൻ്റെ മതേതര മനസ്സാണ് എന്ന് അംഗീകരിക്കാനുള്ള ആ പരാജയത്തെ അംഗീകരിക്കാനായിട്ടുള്ള ഒരു ഹൃദയവിശാലത, ജനാധിപത്യ മര്യാദ ഇല്ലാതെ CPMും BJPയും നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണങ്ങൾ മാത്രമാണ്. ഇനി ഞാൻ ചില വസ്തുതകളിലേക്ക് ഞാൻ വരാൻ ആഗ്രഹിക്കുകയാണ്. പാലക്കാട് ആകെ പോൾ ചെയ്യപ്പെട്ടത് ഏകദേശം 1,35,000 വോട്ടുകളാണ്. പാലക്കാട് നിയോജക മണ്ഡലത്തിൻ്റെ നമുക്കൊരു ഈ ജാതി അല്ലെങ്കിൽ മത സമവാക്യങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ അവിടെ ഏകദേശം 20-21% അവിടുത്തെ മുസ്ലിം പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ആ മുസ്ലിം പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ ആ 1,35,000 വോട്ടുകൾ പോൾ ചെയ്തതിൽ നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാം ഒരു 30,000 വോട്ടുകളാണ് അവിടെ ഈ പറയുന്ന മുസ്ലിം വോട്ടുകൾ അതിനകത്ത് വരിക. അപ്പോൾ ആ മുസ്ലിം വോട്ടുകളിൽ ഇനി പോട്ടെ, അതിനകത്ത് 5% SDP അനുകൂലമായിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ എത്ര എണ്ണം വരും ഹാഷ്മി? 1,500 വോട്ട് വരും. ഇനി പോട്ടെ, 10% മുസ്ലിം പോപ്പുലേഷനിൽ 10% SDP അനുകൂല അല്ലെങ്കിൽ ജമാഅത്ത് അനുകൂല ആളുകളാണ് എന്ന് പറഞ്ഞാൽ എത്ര ശതമാനം വരും? കേവലം 3,000 വോട്ട് വരും. അതാണോ ഇനി അതിൻ്റെ അടിസ്ഥാനത്തിലാണോ ഇവർ പറയുന്നത് ഇനി ജമാഅത്തെ ഇസ്ലാമി അവിടെ പ്രകടനം നടത്തിയെന്ന് പറയുന്നു? ആളുകൾ ആര് പ്രകടനം നടത്തുന്നതിൻ്റെ ഉത്തരവാദിത്തം ഞങ്ങൾക്ക് ഏറ്റെടുക്കാൻ സാധിക്കുമോ? ഞങ്ങൾ അവിടെ തെരഞ്ഞെടുപ്പ് കൗണ്ടിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങളുടെ ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണങ്ങൾ നടത്തി. ഇനി നിങ്ങൾ ആ പ്രകടനം കണ്ടോ? ഞാൻ ആ പ്രകടനത്തിൻ്റെ ദൃശ്യങ്ങൾ ഞാൻ എല്ലായിടത്തും പരിശോധിച്ചു. 20 ആളുകൾ തികച്ചുണ്ടായിരുന്നോ? ഹാഷ്മി തന്നെ പറയും, നിങ്ങളുടെയൊക്കെ കയ്യിൽ അതിൻ്റെ ദൃശ്യങ്ങളുണ്ടാവുമല്ലോ. ഇവർ 20 ആളുകൾ തികച്ച് പ്രകടനം നടത്തുവാനായിട്ട് അവിടെ ഉണ്ടായതായിട്ട് ഞങ്ങളാരും കണ്ടിട്ടില്ല. നിങ്ങൾക്ക് തന്നെ ആ ദൃശ്യങ്ങൾ പരിശോധിക്കാം. ആ 20 ആളുകളുടെ പ്രകടനം വെച്ചിട്ടാണോ, അല്ലെങ്കിൽ 20 പോലും ഇല്ല, അത് വെച്ചിട്ടാണോ ഇവർ പറയുന്നത് പാലക്കാട്ടെ വിജയം SDP-യുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും ഒക്കെ അവരുടെ സംഭാവന കൊണ്ട് അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനം കൊണ്ടുണ്ടായ വിജയമാണെന്ന് പറഞ്ഞ് എന്ത് കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്, എന്ത് വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ് അത് പറയുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഞാൻ CPMനോട് ചോദിക്കാനുള്ള ചോദ്യം ഞാൻ രണ്ടാമത് ചോദിക്കാം. ഇപ്പോൾ ഈ KVS ഹരിദാസ് പറഞ്ഞൊരു കാര്യം ചോദിക്കട്ടെ, പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഏത് SDP ഉണ്ടായിട്ടാണ് അവിടെ നിങ്ങൾ ഇത്രയധികമായിട്ട് നിങ്ങൾ പിന്നോട്ട് പോയതും അവിടെ UDFന് ഇത്രയും വലിയ ചരിത്രത്തിലൊരു റെക്കോർഡ്, ഒരു ഭൂരിപക്ഷം പാലക്കാട് നഗരസഭയ്ക്കകത്ത് മാത്രം നിങ്ങൾക്ക് സർവാധിപത്യമുണ്ട് എന്ന് അവകാശപ്പെടുന്ന, നിങ്ങൾ നാളുകളായിട്ട് ഭരണത്തിലിരിക്കുന്ന നഗരസഭയ്ക്കകത്ത് കോൺഗ്രസിന് ഇത്രയും വോട്ട് കിട്ടിയത് SDP-യുടെ വോട്ടുണ്ടായതുകൊണ്ടാണോ? അവിടെ അതായത് പിന്നെ പഞ്ചായത്തുകളിലേക്ക് പോകുന്നു. ഇപ്പോൾ CPM പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞ കണക്കുകൾ CPMന് മുമ്പിലേക്ക് ആ കണക്കുകൾ ഞാൻ ചോദിക്കുകയാണ്. എത്ര വോട്ടുണ്ടാവും അവിടെ? ഈ പറയുന്ന 30,000 വരുന്ന മുസ്ലിം പോപ്പുലേഷനകത്ത് എത്ര ശതമാനം അവർക്ക് പറയാൻ സാധിക്കും SDP അനുകൂലമാണ് അല്ലെങ്കിൽ ജമാഅത്ത് അനുകൂലമാണ് എന്ന് പറയാൻ സാധിക്കും? ഇനി ഹരിദാസിനോട് ഞാൻ വേറൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ഞാൻ കർണാടകയുടെ ചുമതലയുള്ള ആളാണ്. ഞാൻ കർണാടകയിൽ താങ്കൾ നേരത്തെ സൂചിപ്പിച്ച മംഗലാപുരത്ത്, അതായത് ദക്ഷിണ കന്നഡ ജില്ലയിൽ SDP-യുടെ പിന്തുണയോട് കൂടിയിട്ട് BJP ഭരിക്കുന്ന പഞ്ചായത്ത് ഞാൻ ചൂണ്ടിക്കാണിച്ചു തരാം. ഞാൻ വേണമെങ്കിൽ രേഖകൾ അതിൻ്റെ വാർത്ത സഹിതം കൃത്യമായിട്ട് ഞാനിപ്പോൾ വേണമെങ്കിൽ ഹാഷ്മിയുടെ മൊബൈലിലേക്ക് ഞാൻ അയച്ചു തരാം. നിങ്ങൾ SDP-യുടെ പിന്തുണയോടുകൂടി നിങ്ങൾ ഭരിക്കുന്ന പഞ്ചായത്ത് അവിടെയുണ്ട്. നേരത്തെ നിങ്ങളുടെ സ്ഥാനാർത്ഥി, നിങ്ങളെ വിജയിച്ച തൃശ്ശൂരിലെ ശ്രീ സുരേഷ് ഗോപി, അദ്ദേഹം പറഞ്ഞത് SDP-യുടെ അടക്കം വോട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത് അവിടെ എന്ന് പറഞ്ഞതാണ് എൻ്റെ അറിവ്. അത് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിൽ അല്ലെങ്കിൽ വലിയ പരാജയം നേരിട്ട് കഴിയുമ്പോൾ ഞങ്ങളുടെ സംഘടനാപരമായിട്ടുള്ള പോരായ്മയാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്കുള്ള രാഷ്ട്രീയമായിട്ടുള്ള തിരിച്ചടിയാണ്, അല്ലെങ്കിൽ ഇത് മതേതരമായിട്ട് ജനങ്ങൾ ഞങ്ങളിൽ നിന്ന് അകന്നുപോയി, ഇത് കോൺഗ്രസിന് കിട്ടിയ UDFന് കിട്ടിയ വിജയമാണ് എന്ന് അംഗീകരിക്കാൻ സാധിക്കാതെ, അല്ലെങ്കിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥി അമ്പയെ പാളിപ്പോയി, ഞങ്ങൾക്കുള്ളിലുള്ള പടലപ്പിണക്കങ്ങൾ ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് ജനങ്ങളുടെ വിശ്വാസം ആർജിക്കാൻ സാധിച്ചില്ല
ഇതൊന്നും പുറത്തു പറയാൻ ആർക്കും കഴിയില്ല. അപ്പോൾ ഇതൊന്നും പറയാൻ സാധിക്കാതെ, ഇതൊന്നും ഉൾക്കൊള്ളാൻ സാധിക്കാതെ ഈ ഇത്രയും വലിയ പരാജയത്തിൻ്റെ ഉത്തരവാദിത്തത്തിന് മുടന്തൻ ന്യായങ്ങൾ കണ്ടുപിടിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് ഇവരെല്ലാവരും. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇനി ഈ SDPI ജമാഅത്തെ ഇസ്ലാമിനെ കുറിച്ചൊക്കെ ഇവർ പറയുന്നു. BJP പറഞ്ഞ കാര്യം അവിടെ ഇപ്പം ഞാൻ മറുപടി പറഞ്ഞല്ലോ. CPM-ന്റെ ആരോപണം എന്താണ്? ഇന്ന് പറയുന്ന, ഇപ്പം നേരത്തെ താങ്കൾ സൂചിപ്പിച്ച ശ്രീ AK ബാലനും CPM-ന്റെ നേതാക്കളും ഒക്കെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം വേറൊരു ചർച്ചയിൽ പറഞ്ഞിരുന്നു, ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒറ്റ കാരണമേ ഉള്ളൂ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ കേരളത്തിൽ LDF, CPM അവർ ന്യൂനപക്ഷ വർഗീയതയെ താലോലിച്ചുകൊണ്ട് നടന്നു. അവർ മുസ്ലിം ലീഗിന് പിന്നാലെ നടന്നു. ലീഗിനെ കൂടെ കിട്ടുമെന്ന് നോക്കി. മുസ്ലിം ലീഗ് ഒറ്റയ്ക്ക് മത്സരിച്ചാൽ 5 സീറ്റ് വരെ വിജയിക്കാനുള്ള ശേഷി മുസ്ലിം ലീഗിനുണ്ട് എന്ന് ഇവർ പറഞ്ഞു നടന്നു. ഇതേ സാദിഖലി തങ്ങളുടെയും മുസ്ലിം ലീഗിൻ്റെ നേതാക്കളുടെയും പാണക്കാട്ടെ തങ്ങൾമാരുടെയും പിന്നാലെ നടന്നു. അവർ CAA യോഗത്തിന് വിളിക്കാൻ പോകുന്നു, സർക്കാരിൻ്റെ യോഗത്തിന് വിളിക്കാൻ പോകുന്നു, അവരുടെ വീട്ടുപടിക്കൽ കാത്തുകെട്ടി കിടന്നു. അവരെ എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് നടന്നു. അവർ ന്യൂനപക്ഷ വർഗീയതയെ പുൽകാൻ വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാ നടപടിയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് സ്വീകരിച്ചു. ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ തിരിച്ചടി LDF-നുണ്ടായി, BJP-ക്കും ഉണ്ടായി. അവരുടെ CPM-ന്റെ പരമ്പരാഗത വോട്ടുകളിൽ ഭൂരിപക്ഷ വോട്ടുകളിൽ പോലും ഇടിവുണ്ടായി, ചോർച്ച സംഭവിച്ചു. ആ ചോർച്ച അതിൻ്റെ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അവർ നേരെ പ്ലേറ്റ് മാറ്റി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ കോൺഗ്രസിനെതിരെയുള്ള ആരോപണം എന്താണ്? കോൺഗ്രസിന് മൃദു ഹിന്ദുത്വമാണ്. എൻ്റെ അടുത്ത് നിയമസഭാ രേഖകളുണ്ട്. ഇവരുടെ മുൻ സംസ്ഥാന സെക്രട്ടറി, CPM-ന്റെ മുൻ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ, അന്ന് അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ അന്ന് ശ്രീ ആര്യാടൻ മുഹമ്മദ് ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് നിയമസഭയ്ക്കകത്ത് അടിയന്തര പ്രമേയത്തിൽ അദ്ദേഹം ആരോപണം ഉന്നയിച്ചപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് ആര്യാടൻ മുഹമ്മദ് ഇപ്പോൾ പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങൾ മൃദു ഹിന്ദുത്വ സമീപനമാണ്, നിങ്ങൾക്ക് RSSന്റെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെ നിങ്ങൾ കുറ്റം പറയുന്നത് എന്ന് അന്നത്തെ ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണൻ നിയമസഭയിൽ നടത്തിയ പ്രസംഗത്തിന്റെ രേഖ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ വേണമെങ്കിൽ ഹാഷ്മിക്ക് അയച്ചു തരാം. അപ്പോൾ അതുപോലെ തന്നെ എത്രയെത്ര അവസരങ്ങൾ, അതായത് ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറുമായിട്ട് പിണറായി വിജയൻ കൂടിക്കാഴ്ച നടത്തിയില്ലേ? ജമാഅത്തെ ഇസ്ലാമിനെ ഇവർ കൂട്ടുകൂടിയിട്ടില്ലേ? PDP-യുമായിട്ട് ഇവർ കൂട്ടുകൂടിയില്ലേ? കുറിച്ച് ഇപ്പം മിണ്ടാത്തത് തെരഞ്ഞെടുപ്പിൽ CPM-നാണ് പിന്തുണ പ്രഖ്യാപിച്ചത്.